തന്റെ ലക്ഷ്യം നിറവേറ്റണമെന്ന് ആഗ്രഹമുള്ളയാൾ എത്ര മോശം സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുക. നമ്മളെ തളർത്തുന്നവരും വളർത്തുന്നവരും നമ്മുടെ കൂടെ തന്നെ യാത്ര ചെയ്യുന്നുണ്ടാകും. പക്ഷേ അത് നാം തിരിച്ചറിയുന്നത് ഏറെ വൈകിയായിരിക്കും. ഒരാൾ നിങ്ങളെ ആത്മാർത്ഥമായും ആഴത്തിലും സ്നേഹിക്കുകയാണെങ്കിൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ അവർ നിങ്ങൾക്ക് ഒരു ശക്തിയായിരിക്കും. മറ്റുള്ളവർ നിങ്ങളെ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെ അറിയുക, മനസ്സിലാക്കുക. ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു വരാത്ത 4 കാര്യങ്ങൾ: നഷ്ടപ്പെട്ടു പോയ സമയം, പറഞ്ഞുപോയ വാക്കുകൾ, കഴിഞ്ഞുപോയ ജീവിതം, നഷ്ടപ്പെട്ടു പോയ അവസരങ്ങൾ. ചിലരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും, എന്നാൽ പല കാര്യങ്ങൾ കൊണ്ടും അഭിനയിക്കുന്നവരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. അവസരം എന്നത് ദൈവാധീനത്തിന്റെ കളിപ്പേരാണ്. അത് എപ്പോഴും വന്നു ചേരണമെന്നില്ല. വന്നു ചേരുമ്പോൾ നല്ല രീതിയിൽ ഉപയോഗിക്കുവാൻ ശ്രമിക്കുക. ജീവിച്ചിരിക്കുന്നവർ ആദരവിനു വേണ്ടി കാത്തിരിക്കുന്നു, എന്നാൽ മരിച്ചവരോ സത്യമല്ലാതെ മറ്റൊന്നും ആവശ്യപ്പെടുന്നില്ല. ഒരു വ്യക്തിയോടുള്ള നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ പലപ്പോഴും അത് നിങ്ങളുടെ കോപത്തെ നിയന്ത്രിക്കാൻ സഹായിക്കും. നിങ്ങളെ ആത്മാർത്ഥമായും ആഴത്തിലും സ്നേഹിക്കുന്നവർ അവർ എത്ര തിരക്കിലാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുകയും നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുകയും ചെയ്യും. നിങ്ങളുടെ അമ്മയോട് സംസാരിക്കുമ്പോൾ മൂർച്ചയുള്ള വാക്കുകൾ ഉപയോഗിക്കരുത്. കാരണം നിങ്ങളെ സംസാരിക്കാൻ പഠിപ്പിച്ചത് ആ അമ്മയാണ്. നിങ്ങൾ പരിശ്രമിച്ചിട്ട് തോറ്റാൽ അത് നിങ്ങളുടെ തെറ്റല്ല, എന്നാൽ പരിശ്രമമില്ലാതെ തോറ്റാൽ അത് നിങ്ങളുടെ മാത്രം തെറ്റാണ്. മറ്റൊരാൾക്ക് വളർത്തിയെടുക്കാവുന്ന ഒന്നല്ല കുലീനത, അത് നമ്മുടെ ഉള്ളിൽ നിന്ന് സ്വയം വളർന്നു വരേണ്ടതാണ്. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ കണ്ണുകളിൽ നിന്നും മനസ്സിലാക്കാം നിങ്ങളോടുള്ള ആത്മാർത്ഥതയും സ്നേഹവും. ഒരു സ്ത്രീയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പുരുഷൻ ആ സ്ത്രീയുടെ കണ്ണുകളിൽ നോക്കിയായിരിക്കും കൂടുതലും സംസാരിക്കുക. പല സാഹചര്യങ്ങളും നമ്മെ ക്ഷമിക്കാനും മറക്കാനും പഠിപ്പിക്കുന്നു. നിങ്ങൾ എത്രത്തോളം ക്ഷമിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ ക്രൂശിക്കപ്പെടും. നിങ്ങളുടെ ശക്തി അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. അത് മറ്റൊരിടത്തും കാണാൻ സാധിക്കില്ല.